എം.ആർ. അജിത് കുമാറിനെതിരായ ഹർജിയിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് നാളെ. പ്രോസിക്യൂഷൻ അനുമതിക്ക് കോടതി ഉത്തരവ് കൂടി വേണമെന്ന ഹർജിയിലാണ് വിധി. അഭിഭാഷകൻ നെയ്യാറ്റിൻകര നാഗരാജുവിന്റെ ഹർജിയിലാണ് കോടതി നടപടി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, നാളെ വരാനിരിക്കുന്ന വിധിയുടെ പ്രാധാന്യം എന്താണ്? മധു, എം.ആർ. അജിത് കുമാറിനെതിരെ നെയ്യാറ്റിൻകര നാഗരാജു എന്ന അഭിഭാഷകനാണ് ഹർജി നൽകിയത്. ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഹർജി. ആ ഹർജിയുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതി നടപടികൾ വലിയ വാർത്താശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് വിജിലൻസ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടായിരുന്നു. പിന്നീട് അത് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളുകയും കോടതി നേരിട്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് എം.ആർ. അജിത് കുമാർ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് അത് വീണ്ടും അതുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര നാഗരാജു ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഹർജിയിൽ കോടതിക്ക് ഈ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി കൂടി വേണം എന്നുള്ള വാദമാണ് എം.ആർ. അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് കോടതി ഉത്തരവ് കൂടി ഉൾപ്പെടുത്തി വേണം പ്രോസിക്യൂഷൻ അനുമതിക്ക് അപേക്ഷിക്കാൻ എന്നുള്ളൊരു ഭാഗം കൂടി നെയ്യാറ്റിൻകര നാഗരാജു മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഹർജിയിലുള്ള ഉത്തരവാണ് നാളെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പറയാൻ പോകുന്നത്.